ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഞങ്ങളൊരു യാത്രയിലാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 10 മണിയായി കാണുമേ. ലക്കിയും നന്ദേ ഇപ്രാവശ്യം വെക്കേഷനായിട്ട് എങ്ങും കൊണ്ടുപോയില്ലെന്ന് ഭയങ്കര പരാതിയാണ്. അതങ്ങ് തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പോക്കായത്. യാത്ര എങ്ങോട്ടാന്നല്ലേ? ഹാപ്പി ലാൻഡിലേക്കാണ്. ഹാപ്പി ലാൻഡിലെന്ന് പറഞ്ഞപ്പോൾ ലക്കിയും നന്ദയും അമ്മയെ കൂടെ കൂട്ടിയേ. വെള്ളത്തിലൊക്കെ കളിക്കാൻ നല്ല രസമാണ് അമ്മമ്മ ഓടി വരാൻ. ആ കാണുന്നത് ജഡായിപ്പാറയാണേ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അടുത്താണ്. പക്ഷെ ഞാനിതുവരെ ഇതിൻ്റെ മുകളിൽ പോയിട്ടില്ല. കഴിഞ്ഞ വർഷവും ഞങ്ങളവിടെ പോയായിരുന്നേ. ലക്കിക്കും നന്ദയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട അവിടെ വെള്ളത്തിലൊക്കെ കിടന്ന് ചാടാൻ. അത് കഴിഞ്ഞിട്ടും പല പ്രാവശ്യം അവർ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് അവിടെ പോകണമെന്ന്. പിന്നെ വിചാരിച്ച് എന്തായാലും ഇപ്രാവശ്യം അങ്ങോട്ട് തന്നെ പോവാമെന്ന്. ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ പോകാമെന്ന് വിചാരിച്ചതാ. അപ്പോൾ അവിടെ ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ കയറാമല്ലോ. വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നേ, അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ താമസിച്ച് ഒരു 9:30-10 മണിയായി കാണും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇന്ന് രാവിലെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നേ, കുറച്ച് വെയിലൊക്കെ ആയിട്ട് ക്ലൈമറ്റ് കൊള്ളായിരുന്നു. അങ്ങനെ വിചാരിച്ച് കുറച്ച് ചട്ടിക്കൊക്കെ ഇങ്ങ് പെയിൻ്റ് അടിച്ച് വെക്കാമെന്ന്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ എവിടെയായിട്ടൊക്കെ കറങ്ങി നടന്ന് അങ്ങനെയാട്ടോ വൈകിയത്. ലക്കിയും നന്ദയൊക്കെ രാവിലെ തന്നെ ഒരുങ്ങി നിന്നായിരുന്നേ. ഈ വെയിൽ കണ്ടുകൊണ്ട് ഞാനാണ് അവരെ കൂടെ വൈകിപ്പിച്ചത്. വഴിയേ പറയുന്നുണ്ട് അമ്മ കാരണം അവർക്ക് വെള്ളത്തിൽ ചാടാനുള്ള കുറച്ച് സമയം പോയെന്ന്. ഇവിടെ കയറാനും ഇറങ്ങാനും ഒക്കെ സമയമില്ലേ. ഈ വാട്ടർ തീം പാർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയാണ്. വണ്ടർലേക്ക് ആണെങ്കിൽ ഒരുപാട് ദൂരത്ത് പോകണം. ഇവിടെ വന്നപ്പോൾ ലക്കിക്കും നന്ദയ്ക്കും ഏതോ സ്വർഗം കിട്ടിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷം ഇവിടെ വന്നായിരുന്നു കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീണ്ടും അവിടെ പോകാമെന്ന്. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേ. അവധി ദിവസമൊന്നും അല്ലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഓരോ റൈഡിലും കയറാൻ ക്യൂ നിന്നായിരുന്നു കേട്ടോ. ഇപ്പോഴാന്നേ വലുതായിട്ട് താളും അനക്കും ഒന്നുമില്ല ഇവിടെ. അകത്തോട്ട് കയറിയപ്പോഴേ നമുക്ക് നേരെ വെള്ളത്തിൽ പോയി ചാടാം, റൈഡിലൊന്നും കയറണ്ടെന്നും പറഞ്ഞ് നിൽക്കുക ഓരോരുത്തർ. അകത്തോട്ട് കയറിയപ്പോഴേ അവർക്ക് വെള്ളത്തിൽ ചാടിയാൽ മതിയെന്നും പറഞ്ഞിട്ട് നിൽക്കുക. ഞങ്ങൾ പറഞ്ഞു കുറച്ച് റൈഡൊക്കെ ഇല്ലേ, മറ്റേ കാർ ഡ്രൈവ് ചെയ്യുന്നതും പിന്നെ 3D എഫക്റ്റൊക്കെ ഉള്ള തിയേറ്ററൊക്കെ ഇല്ലേ, അതും പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞു റൈഡൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കയറാമെന്നും പറഞ്ഞിട്ടേ അവരെ കൂടെ പിടിച്ചു നിർത്തിയിരിക്കുക. അവർക്ക് നേരെ പോയി വെള്ളത്തിൽ ചാടിയാൽ മാത്രം മതിയായിരുന്നേ. ചെറിയ ചെറിയ റൈഡുകളൊക്കെ ആന്നേലുവേ കുട്ടിയൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. ഇപ്രാവശ്യം വന്നേ 2-3 റൈഡുകളില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വാട്ടർ പൂളും പിന്നെ വാട്ടർ വേവ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് വീണ്ടും ആളുകൾ വരുന്നതെന്ന്. ഒരു പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ അടുത്ത പ്രാവശ്യം പിന്നെ കുട്ടികൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ വരാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ആന്നേ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം കണ്ട അതേ കാഴ്ചകൾ തന്നെയുള്ളത്. എനിക്കൊന്നും ഒരു ചെടി പോലും മാറിയിട്ടില്ലെന്നുള്ളത്. മാറിയിട്ടുണ്ട്. 2-3 റൈഡുകളൊക്കെ അടച്ച് പൂട്ടിയിട്ടുണ്ടേ. ഇവിടൊക്കെയാണേ ആളും അനക്കവും ബഹളവും ഒന്നുമില്ല. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നേ, നിറയെ ക്യൂ ആയിരുന്നു. ഞങ്ങൾ ക്യൂ നിന്നിട്ടാണേ ഓരോ റൈഡിലും കയറിയത്. അങ്ങനെ തന്നെ ഞങ്ങളുടെ ഒരുപാട് സമയം കഴിഞ്ഞ വർഷം പോയായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ഓരോ റൈഡിലും കയറിയപ്പോഴും ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ 4 പേരുമായിട്ടാണ് ഓരോന്നിലും കയറിയത്. അമ്മ പിന്നെ ഇതുപോലുള്ള റൈഡിലൊന്നും കയറത്തില്ലേ, മറ്റേ കാണാനുള്ള ഓരോ സംഭവങ്ങളില്ലേ, മറ്റേ 3D എഫക്റ്റിൻ്റെയും മറ്റേ ഇത് കണക്കുള്ള മിറർ എഫക്റ്റിൻ്റെയൊക്കെ ഇതിലൊക്കെ അമ്മ കയറിയതേ ഉള്ളൂ.
ഓരോരുത്തരെ തിരിച്ച് വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് കയറ്റാനേ ഏട്ടനും അമ്മയും ഒരുപാട് പാടുപെട്ട്. ലക്കിയാന്നേ അവസാനം കരയുമായിരുന്നു, അവന് കുറച്ചുകൂടെ വെള്ളത്തിൽ കിടക്കണമെന്നും പറഞ്ഞ്. അവസാനം ഈ പോക്ക് പിണങ്ങിയിട്ടാട്ടോ. സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കാൻ നല്ല രസമായിരുന്നേ. എൻ്റെ ഒരു കമ്മൽ അതിലെവിടെയോ പോയിട്ടുണ്ട്. ഞങ്ങളൊരു 4:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.